ടൈപ്സ് ഓഫ് അറ്റോമിക് സ്പെക്ട്രം. അതിൽ ഒന്നല്ലേ ഡോട്ട് ഇട്ടിട്ട് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് എഴുതുക. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് എഴുതുക. സ്പെക്ട്രം, കണ്ടിന്യൂസ് സ്പെക്ട്രം. അടുത്തത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് എഴുതുക. അബ്സോർപ്ഷൻ സ്പെക്ട്രം. അടുത്തത് എമിഷൻ സ്പെക്ട്രം. ഈ മൂന്ന് കൺസെപ്റ്റ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കാം. എമിഷൻ സ്പെക്ട്രം. അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം. വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ് ഒരു സബ് ഹെഡിങ് എഴുതുക. കണ്ടിന്യൂസ്. എന്താണെന്നറിയാമോ? സ്പെക്ട്രം ഒബ്റ്റെയിൻഡ് when white light passing through a prism is called as continuous spectrum. is a continuous spectrum എന്ന് എഴുതിയാൽ മതി. is a continuous spectrum. എന്താണെന്നറിയാമോ? നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടോ? ആ മഴവില്ലിന്റെ കളറുകൾ തമ്മിൽ വല്ല ബൗണ്ടറീസ് വല്ലതും ഉണ്ടോ? ഒരിക്കലും ബൗണ്ടറീസ് ഉണ്ടാകത്തില്ല. ഒരു കളർ മറ്റേ കളറുമായിട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ സ്പെക്ട്രം എന്നല്ലേ പറയുന്നത്, 7 കളറിനെ. അപ്പം ആ ഒരു കളർ വേറൊരു കളറുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പെക്ട്രത്തെയാണ് നമ്മൾ കണ്ടിന്യൂസ്. അവിടെ ബോർഡേഴ്സ് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കണ്ടിന്യൂസ് സ്പെക്ട്രത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനെ വേണമെന്നുണ്ടെങ്കിൽ ആ പ്രിസത്തിന്റെ പടം എന്താണ്, ജസ്റ്റ് ഒരു റഫായിട്ട് വരച്ചിട്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് സ്പെക്ട്രം അറിയാമെങ്കിൽ നിങ്ങളത് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ അങ്ങ് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് ലൈറ്റ് വന്ന് വീണു. വൈറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്ക് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആദ്യം എന്താണ്? വയലറ്റ് ആണ്. രണ്ടാമത്തേത് എന്താണ്? ഇൻഡിഗോ ആണ്. ആദ്യം വയലറ്റ് ആയിരുന്നല്ലോ. ആദ്യം വയലറ്റ് ആണ്. രണ്ടാമത്തേത് ഇൻഡിഗോ ആണ്. അടുത്തത് ബ്ലൂ ആണ്. അടുത്തത് ഗ്രീൻ ആണ്. അടുത്തത് യെല്ലോ ആണ്. അടുത്തത് ഓറഞ്ച് ആണ്. അടുത്തത് റെഡ് ആണ്. കണ്ടോ? ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതൊരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കളറും എന്തായിരിക്കും, അല്ലെ രണ്ട് അടുത്തടുത്ത കളർ തമ്മിൽ എന്തായിരിക്കും, അല്ലെ എല്ലാ കളറും തമ്മിൽ എന്തായിരിക്കും, മിക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സ്പെക്ട്രം. അടുത്തത് രണ്ടാമത്തേത് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇത് ശ്രദ്ധിച്ചോണേ, അബ്സോർപ്ഷൻ സ്പെക്ട്രം. The spectrum മനസ്സിലാക്കിക്കോണേ കുഞ്ഞുങ്ങളെ, ബുദ്ധിമുട്ടാണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം. The spectrum obtained when a radiation means any light, radiation എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ്. നോർമൽ വൈറ്റ് ലൈറ്റ് ഒരു റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. ലൈറ്റ് is passed through a sample of atom.
എന്ന് പറഞ്ഞാൽ നേരത്തെ ആ പ്രിസത്തിന്റെ പടം വീണ്ടും വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാന്നറിയാമോ? ഒരു വൈറ്റ് ലൈറ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ആ കണ്ടെയ്നറിനകത്ത് ഫുള്ള് ഞാൻ ഹൈഡ്രജൻ നിറച്ചു. ഓക്കെ, H2 ഗ്യാസ് നിറച്ചു. ഇതിനകത്ത് ഫുള്ള് H2 ഗ്യാസ് ആണ്. H2 ഗ്യാസ് ആണ്. നോക്കിക്കോളൂ, H2 ഗ്യാസ് ആണ്. ഫുള്ള് H2 ഗ്യാസ് ആണ്. ഓക്കെ, ഇതിനകത്തൂടെ ഞാൻ എന്ത് ചെയ്യാം? കടത്തി വിടുകയാണ്. ഇതിനകത്തൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുകയാണ്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഫുള്ള് ഹൈഡ്രജൻ ആണ്. അപ്പൊ ലൈറ്റ് കടത്തി വിടുമ്പോൾ എന്തായിട്ട് മാറും? ഹൈഡ്രജൻ എന്തായിട്ട് മാറും? H2 മാറിയിട്ട് H+ എന്താ? അതായത് ബോണ്ട് പൊട്ടും. ഹൈഡ്രജൻ മോള്, കാരണം എനർജി അല്ലേ നമ്മൾ കടത്തി വിടുന്നത്. ഇപ്പൊ വൈറ്റ് ലൈറ്റ്, അത് സൺലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് എന്താണ്, അത് ബോണ്ട് പൊട്ടുമെന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് ഇലക്ട്രോൺസ് എല്ലാം അങ്ങ് ഫ്രീ ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനകത്ത് ഫുള്ള് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സെറ്റാണല്ലോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഗ്യാസ് മോളിക്കൂളിനകത്തൂടെ ഏതെങ്കിലും ഒരു എനർജി കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് ഡിസോസിയേറ്റ് ചെയ്ത് അത് അയോൺ ഫോമിലാവും. H+ അയോൺസ് ആവും. H2 അതിനകത്തുള്ളത്. ഇപ്പോൾ ഓർത്തോണം, സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് ഹൈഡ്രജൻ ഗ്യാസ് ആണ് നിറച്ചിരിക്കുന്നത്. H2 മോളിക്കൂൾ. ഈ എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് എന്തായിട്ട് മാറും? അത് H2 എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ആയിട്ട് 2 H+ അയോൺ ആവും. അപ്പൊ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആയി. ഒരു Hനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? അൾട്ടിമേറ്റ്ലി നമുക്ക് ഇതിനകത്ത് ഫുൾ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. ഇതിനകത്തൂടാണ് ആര് പോകുന്നത്? ഓരോ ഹൈഡ്രജൻ ഇലക്ട്രോൺ ആണ് വരച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഹൈഡ്രജൻ മോളിക്കൂൾ ഉണ്ട്. അപ്പം ഒരു ഹൈഡ്രജൻ മോളിക്കൂളിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 2 ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഈ 2 ഇലക്ട്രോൺ വെച്ചുണ്ട്. അപ്പം ലക്ഷക്കണക്കിന് മോളിക്കൂളിനകത്ത് ലക്ഷക്കണക്കിന് ഇലക്ട്രോൺസും കാണും എന്നുള്ള കാര്യം ആലോചിച്ചോണം. അപ്പൊ ഈ ലക്ഷക്കണക്കിന് ഇലക്ട്രോൺസ് അയോണൈസ് ആയി. അപ്പൊ ഈ ലൈറ്റ് എന്ത് ചെയ്യാം? ഈ വൈറ്റ് ലൈറ്റ് ഇതിനകത്തൂടെ കടന്ന് ഇവിടെ വന്ന് വീഴും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിന്റെ സ്പെക്ട്രം നിങ്ങൾ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുവാണ്. സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്, സ്ക്രീൻ ഒന്നുമല്ല കേട്ടോ, ഈ സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ സ്പെക്ട്രം ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ സ്ക്രീൻ അതങ്ങ് മനസ്സിലാക്കിക്കുവാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് അല്ലേ നല്ലത്. ഇതിനകത്ത് നോക്കിയപ്പോ വയലറ്റ് കാണാൻ പറ്റുന്നുണ്ട്. വയലറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇൻഡിഗോ മിസ്സിംഗ് ആണ്. ബ്ലൂ കാണാൻ പറ്റുന്നുണ്ട്. ഇൻഡിഗോ മിസ്സിംഗ് ആണ്, ബ്ലൂ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മിസ്സായ കളറിന്റെ അവിടെ ഡാർക്ക് കളറാണ്. മിസ്സായിട്ടുള്ള കളറിന്റെ അവിടെ ഡാർക്ക് ആണ്. ബ്ലൂ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒറ്റ കളറിലല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നേരത്തെ ഇത് എന്താണ്, വയലറ്റ് കഴിഞ്ഞ് ഇൻഡിഗോ ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇൻഡിഗോ കാണുന്നിടത്ത് ഇപ്പൊ എന്ത് കളറാണ്? ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് വരുന്നത്. അതായത് ഇതിനിടയിൽ ഡാർക്കാ, അവിടെ കളർ ഒന്നുമില്ല. ഇൻഡിഗോ മിസ്സായി. ഓക്കെ, അടുത്തത് വീണ്ടും അതേപോലെ തന്നെ ഇൻഡിഗോ മിസ്സായി. അടുത്തത് എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ കിട്ടി. ഗ്രീൻ ഉണ്ട്. അടുത്തത് യെല്ലോ മിസ്സിംഗ് ആണ്. യെല്ലോയുടെ അവിടെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡാർക്ക് സ്പോട്ടാണ് കണ്ടിരിക്കുന്നത്. ഡാർക്ക് ലൈറ്റ് അല്ല കേട്ടോ, ഡാർക്ക് സ്പോട്ട് ആണ്. അതായത് മിസ്സായിട്ടുള്ളിടത്തെല്ലാം ഡാർക്ക് സ്പോട്ടാണ് വരുന്നത്. പിന്നെന്താ? ഓറഞ്ച് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ റെഡും കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ആക്ച്വലി എന്താ സംഭവിച്ചതെന്നറിയോ? ശരിക്കും ഇവിടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് കാണണമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എന്തേ ഉള്ളൂ? വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ മിസ്സായി. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ മിസ്സായി. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ഉണ്ട്, യെല്ലോ മിസ്സായി, ഓറഞ്ച്, റെഡ്. അപ്പൊ ഈ 4 കളറേ ഉള്ളൂ ഇപ്പൊ. അപ്പം ബാക്കി 2 കളർ എവിടെ പോയി? നമുക്കറിയാം ഓരോ കളറിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്, ഓരോ എനർജി ഉണ്ട്. അപ്പം ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആ കളറുകളെ അല്ലെ കളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ എന്ത് ചെയ്തു? അതങ്ങ് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് പുറത്തേക്ക് വിട്ടത്. ആ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വരുന്ന ലൈറ്റ്, അതാ പറയുന്നത് സ്പെക്ട്രം ഒബ്റ്റൈൻഡ് വെൻ എ റേഡിയേഷൻ ഈസ് പാസ്ഡ് ത്രൂ എ സാമ്പിൾ ഓഫ് ആറ്റം. ആ സാമ്പിൾ ഓഫ് ആറ്റത്തിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട്
പിന്നീട് ആ കാണുന്ന സ്പെക്ട്രത്തെയാണ്, ബാക്കി വരുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് വേറൊരു കാര്യം ആലോചിക്കണം. ഈ വൈറ്റ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് ലൈറ്റിനകത്തെ ആ രണ്ട് കളർ, ഓരോ കളറിനും ഓരോ എനർജിയാണ്. ആ പർട്ടിക്കുലർലി രണ്ട് കളറിന്റെ എനർജി ആര് അബ്സോർബ് ചെയ്തിരിക്കുക, ഇതിനകത്ത് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിരിക്കുക. അതായത് ആ ഇലക്ട്രോൺ ഓൾറെഡി ഒരു എനർജി ഉണ്ട്, അതിന്റെ കൂടെ ഇതിൽ നിന്ന് ഇപ്പൊ അബ്സോർബ് ചെയ്ത ഒരു എനർജിയും കൂടെ ഉണ്ട്. അങ്ങനെ ഉള്ള എനർജിയിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ഷെല്ലിൽ ആ ഹൈഡ്രജനകത്ത് ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റത്തില്ല, വേറൊരു ഹയർ ലെവലിലേക്ക് പോകണം. അപ്പോഴുണ്ടാകുന്ന ഒരു സ്പെക്ട്രമാണ് എമിഷൻ സ്പെക്ട്രം. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഇത് മനസ്സിലായോ? ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആരോൺ ഓക്കെ ആണോ? രണ്ട് ആരോൺമാർ ഓക്കെ ആണോ? ആരോൺ ഓക്കെ ആണോ? എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞേ പെട്ടെന്നാട്ടെ. വയലറ്റ് കഴിഞ്ഞിട്ട് മറ്റേ ഇൻഡിഗോ ഇല്ലല്ലോ. ഇൻഡിഗോ അബ്സോർബ് ചെയ്തു, ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തു. അത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇൻഡിഗോ അബ്സോർബ് ചെയ്ത് ഇൻഡിഗോ എന്ന് ഞാനും കൊടുത്തതാ. ചിലപ്പോ ബ്ലൂ ആയിരിക്കും മിസ്സിങ്, ചിലപ്പോ ഗ്രീൻ ആയിരിക്കും മിസ്സിങ്, ചിലപ്പോ ഓറഞ്ച് ആയിരിക്കും മിസ്സിങ്, നമുക്ക് അറിയത്തില്ല. ആ ഇലക്ട്രോണിന്റെ നേച്ചർ അനുസരിച്ച് ഇലക്ട്രോൺ ചില ആൾക്കാരെ അങ്ങ് അബ്സോർബ് ചെയ്യുക. ഇപ്പൊ കത്തിയോ? മനസ്സിലായി. അല്ലാതെ സ്ഥിരമായിട്ട് ഇൻഡിഗോ പോകുന്നു, സ്ഥിരമായിട്ട് ഇത് പോകുന്നു നല്ല അർത്ഥം. ഏതെങ്കിലുമൊക്കെ കളർ മിസ്സായി അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് പിന്നെ പ്രിസത്തിനകത്തൂടെ ആ ലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് കളർ അബ്സോർബ് ചെയ്തതിന്റെ ബാക്കിയുള്ളത് മാത്രമേ സ്ക്രീനിൽ കാണത്തുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എല്ലാം ഇത് കത്തിയോന്ന് പറഞ്ഞേ പെട്ടെന്നാട്ടെ. ഓക്കെ, ഞാൻ ഒരു എമിഷൻ സ്പെക്ട്രവും കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ നമുക്ക് എന്താണ് ഗൂഗിളിൽ ഒരു ഇമേജ് കാണിക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം, നോക്കിക്കോളൂ. അടുത്തത് എമിഷൻ സ്പെക്ട്രം ഒന്നും കൂടെ ഒന്ന് എഴുതിക്കുക. നിങ്ങൾ എമിഷൻ സ്പെക്ട്രം ഒന്നും കൂടെ ഒന്ന് എഴുതിക്കുക. അല്ലെങ്കിൽ ഇവിടെ എമിഷൻ സ്പെക്ട്രം എഴുതുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് എഴുതണേ. സം സ്പെക്ട്രൽ lines are missing that is absorbed by the electron of the sample, the electrons of the sample. ഒരു ഡോട്ട് ഇട്ട് എഴുതുക. missing lines appears as black stripes which can be viewed with the help of spectrometer.